നമ്മുടെ 40-ാം വാർഷികത്തിന്റെ ഭാഗമായി നടന്ന ഈ ചെടി തീർച്ചയായും ആരുടെയെങ്കിലും ഒരു പേരിൽ സംരക്ഷിക്കപ്പെടണം, അത് ഉറപ്പുവരുത്തണമെന്ന് വളരെ ആദരവോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ പദ്ധതിയിലേക്ക് കടക്കുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ഈ വനവൽക്കരണത്തിന് എന്നും സഹായം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ചെടികളെല്ലാം നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് സോഷ്യൽ ഫോറസ്ട്രി ശ്രീമതി എ ഷജ്ന മാഡമാണ്. നേരത്തെ ആദരവോടെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി സാധിക്കും. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീ കെ ഇന്ദ്രശേഖർ IAS സാറാണ്. സാറിനെ ഏറെ ആദരവോടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സാധിച്ചു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന We stand where two roads diverge. Unlike the roads in Robert Frost's poem, these roads are not equally fair. കാസർഗോഡിന്റെ കാസരയിലെ കാഞ്ഞിരത്തിന്റെ കയ്പും നെല്ലിയുടെ മധുരവും ചേർന്ന് സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട്, പ്രതിമകളെ കണ്ടു കഴിഞ്ഞാൽ വിശപ്പ് മാറില്ല എന്ന്. എന്നാൽ ചിലർ നിർമ്മിക്കുന്ന പ്രതിമകൾക്ക് മനസ്സിന്റെ വിശപ്പ് മാറ്റാനാവും എന്നുള്ളൊരു സത്യം കൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ശ്രീ കാനായി കുഞ്ഞിരാമൻ രാവിലെ ഒരു കാഞ്ഞിരമരം നട്ടുകൊണ്ട് മറ്റൊരു പരിപാടി ഇതിന്റെ ഭാഗമായിട്ട് തന്നെ നടത്തുകയുണ്ടായി. അത്തരത്തില് ആ ഒരു കാഞ്ഞിരത്തിന്റെ കയ്പ് കാസർഗോഡിന്റെ മധുരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ കാസർഗോഡ് ജില്ലയിലെ 1984 വർഷം മെയ് 24-ാം തീയതിയാണ് കാസർഗോഡ് ഫോം ചെയ്തത്. അപ്പോൾ ഇപ്പോൾ 40 വർഷം 4 ഡെക്കേഡ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ജില്ലയിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇവിടുത്തെ ഉള്ള നേറ്റീവായിട്ടുള്ള ആളുകൾ ഈ ഗവൺമെൻറ് സർവീസിൽ എൻട്രി ആവുന്നത് വളരെ കുറവായി. അതുകൊണ്ട് നമുക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പ്രത്യേകിച്ച് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും നമുക്ക് ഈ ആളുകളുടെ സ്റ്റാഫിൻ്റെ ഒരു കുറവ് നമ്മൾ ബോധ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഇതുമാതിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഒരുപാട് മേഖലയിൽ നമുക്ക് ചെയ്യാനുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഉദ്യോഗസ്ഥരോടുണ്ട്. നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ് സർവീസ് ഡെലിവറി. സർക്കാരിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രവർത്തകർ സാധാരണ ആളുകൾക്കും പോയി ചേരണം. അതാണ് നമ്മുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് എല്ലാവരും കൃത്യമായിട്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.